പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആശ്രയ ടി വിയിൽ കഥാവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിക്കുവാൻ കിട്ടിയ അവസരത്തെ ഓർക്കുന്നു. കഥാവ് നമ്മളെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയങ്ങളിൽ പരിപാലിച്ച കഥാവിൻ്റെ കൃപകളെ ഓർത്ത് കഥാവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നും ഒരുമിച്ച് കാണുവാൻ കഥാവ് ബലപ്പെടുത്തിയല്ലോ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചെറിയൊരു ചിന്തയുടെ ആധാരമായി ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 17 മുതൽ അതിൻ്റെ 19 വരെയുള്ള വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ഹബക്കൂക്ക് 3:17-19. അത്തിവൃക്ഷം തളിക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ കടന്നു വരുന്നു. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഘോഷിക്കുവാൻ ഈ എളിയവനായ അടിയനെയും കഥാവ് ബലപ്പെടുത്തണം. വചനമങ്ങയുടെ, ജനമങ്ങയുടെ, അടിയനങ്ങയുടെ. ഹല്ലേലൂയ കഥാവ് ഇടപെടണേ. ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ശക്തമായി ദൈവത്തിൻ്റെ ദൂത് പറയുവാൻ ഇന്നും കഥാവ് ബലപ്പെടുന്നവർക്കായി സ്തോത്രം. ദൈവമേ, ശ്രവിക്കുന്ന ഓരോ മാന്യ ശ്രോതാക്കൾക്കായി സ്തോത്രം. ഈ വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവർത്തിക്കും കാരണമായി തീരുവാൻ സ്വർഗ്ഗമേ ഇടവരുത്തണം. മഹത്വമെല്ലാം അങ്ങയ്ക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് ഇസ്രായേലിനെക്കുറിച്ചൊരു പ്രവചനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ പാപത്തിലേക്ക് കടന്നുപോയപ്പോൾ, ഇസ്രായേൽ ദൈവ തേജസ് കടന്നുപോയപ്പോൾ, ദൈവത്തെ വിട്ടുമാറിക്കടന്നു പോയപ്പോൾ ഹല്ലേലൂയ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ഹല്ലേലൂയ ദൈവം ഹബക്കൂക്കും ദൈവവുമായിട്ടൊരു സംഭാഷണം നടത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. ദുഷ്ടന്മാരായ ഇസ്രായേൽ ജനത്തെ, യഹൂദ ജനത്തെ നോക്കിക്കൊണ്ട് ഹബക്കൂക്ക് പറയുക, ഈ ജനം എത്രത്തോളം വഷളായിരിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 1 മുതൽ അതിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ കർത്താവേ, അവർക്ക് ന്യായം വിധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോടൊരു പരാതി പറയുക. അതിൻ്റെ 5-ാം വാക്യം മുതൽ അതിൻ്റെ 11-ാം വാക്യം വരെ അതിനുള്ള ഉത്തരം ദൈവം ഹബക്കൂക്കിന് കൊടുക്കുന്നു. ഞാൻ വേഗം ഹല്ലേലൂയ ആ ജാതിയായ കൽദയരെ ഉയർത്തും. 6-ാം വാക്യത്തിൽ 1:6 പറയുന്നു, അവർ തങ്ങളുടെ സ്ഥലത്ത് ശ്വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂഖണ്ഡത്തിലൊക്കെയും നീളെ സഞ്ചരിക്കുന്നു. അങ്ങനെ വലിയൊരു നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് അവരെ കർത്താവ് ഉപയോഗിക്കും എന്ന് അതിൻ്റെ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇത് നോക്കിയപ്പോൾ അടുത്തതായിട്ട് ഹബക്കൂക്കിൻ്റെ ഒരു പ്രശ്നമാണ്, കർത്താവേ, ഈ കൽദയർ എന്ന് പറയുന്നവരും ഹല്ലേലൂയ അവരും ജാതികളാണ്, അവരും നീതിമാന്മാരല്ല, ദോഷം പ്രവർത്തിക്കുന്നവരാണ്. അവരെയും കൊണ്ട് എന്തിന് കർത്താവ് ഇത് ചെയ്യിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവം അതിനുള്ള ഉത്തരം 2-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ കാണുവാൻ കഴിയും. അങ്ങനെ കർത്താവും ഹല്ലേലൂയ ഹബക്കൂക്കും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് ഈ 2 അധ്യായങ്ങളിൽ 3 അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 3-ാമത്തെ അധ്യായം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിനുള്ള സ്തുതി ഹല്ലേലൂയ ഹബക്കൂക്ക് കൊടുക്കുക. ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുകയും അവൻ ഉന്നതനാണ്, മഹോന്നതനാണ്, ദൈവത്തിൻ്റെ ശക്തി യഥാർത്ഥമായി മനസ്സിലാക്കിയ ഹബക്കൂക്ക് ദൈവത്തെ വാഴ്ത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അവസാന വാക്യമാണ് ഹല്ലേലൂയ പറയുന്നത്, ഹല്ലേലൂയ അത്തിവൃക്ഷം തളിക്കുകയില്ല. പറയുക, അത്തിവൃക്ഷം തളുത്തില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിലും, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോവും, നിലങ്ങൾ ആഹാരം വിളയിച്ചില്ലെങ്കിലും, കന്നുകാലികൾ ആട്ടിൻ തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയാലും, ഗോശാലകളിൽ കന്നുകാലികൾ ഇല്ലാതെയില്ലെങ്കിലും, എങ്കിലും എന്നിട്ട് പറയുക, ഇതൊക്കെ സംഭവിക്കുമായിരിക്കാം. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ജീവിത അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കാം. എങ്കിലും ഹല്ലേലൂയ അവിടെ പറയുകയാണ്, എങ്കിലും
പ്രൈസലോ. അതിൻ്റെ അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ക്ലേശങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഞെരുക്കങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എന്തുവാണ് കർത്താവിൻ്റെ സന്നിധിയിൽ പറയാറുള്ളത്? കർത്താവേ, ഈ ദുഃഖം എന്തിന്, വേദന എന്തിന്, പ്രയാസം എന്തിനെന്ന് പലപ്പോഴും നമ്മൾ പരാതി പറയുമ്പോൾ അതിൻ്റെ നടുവിലും ഹബക്കൂക്കിൻ്റെ ഈ ഒരു ഉത്തരം ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ചിലർക്കൊരാശ്വാസമായി തീരട്ടെ. ഇന്ന് ഈ ദിവസം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, എന്നെ കേൾക്കുന്ന ഹാലലി മാതാവേ, പിതാവേ, സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം ഈ വാക്യങ്ങളൊന്ന് കേട്ടുകൊണ്ട് പറ, പ്രൈസലോ. ഇതൊക്കെ സംഭവിച്ചാലും, ഭൂമി മാറിപ്പോയാലും, ഭൂഖണ്ഡങ്ങൾ മാറിപ്പോയാലും, രാജാക്കന്മാർ മാറിപ്പോയാലും, ദേശാധിപതികൾ മാറിപ്പോയാലും, ആരൊക്കെ വിട്ടുപോയാലും, ഹല്ലേലൂയ, എനിക്ക് നീതി നഷ്ടപ്പെട്ടാലും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഒരു ഉറപ്പോടെ പറയുവാൻ ഒരു ഭക്തനെ കഴിയത്തുള്ളൂ. ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയ ഒരു ഭക്തനെ പറയുവാൻ കഴിയത്തുള്ളൂ, ദൈവം എനിക്ക് വേണ്ടി ക്ലേശങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, രോഗത്തിൻ്റെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് ഒരു യഥാർത്ഥ ഭക്തനെ പറയുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ നിമിഷം എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ സർവശക്തൻ്റെ സാന്നിധ്യം ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ മാറിപ്പോവുകയല്ല യഥാർത്ഥ വിശ്വാസമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പിന്മാറ്റ അവസ്ഥയിലേക്ക് പോവുകയല്ല യഥാർത്ഥ ഭക്തൻ ചെയ്യേണ്ടത്. യഥാർത്ഥ ഭക്തൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. രക്ഷ ആരിലെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ കഴിയും, എൻ്റെ യഹോവയിലാണ് രക്ഷയുള്ളത്. രക്ഷ ആരിൽ നിന്ന് പറയുവാൻ നമുക്ക് കഴിയണം? എൻ്റെ ദൈവത്തിൽ രക്ഷയുണ്ടെന്ന് ഓരോ ഭക്തനും ഓരോ ദിവസവും പറയുവാനുള്ളൊരു ഒരു വാഞ്ച ജീവിതത്തിൽ വേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കി, അതിനുശേഷം പറയുകയാണ്, യഹോവയായ കർത്താവ് 19-ാം വാക്യത്തിൽ പറയുന്നു, 3:19, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. നോക്കിയേ, കർത്താവിനെക്കുറിച്ച് പറയുകയാണ്, യഹോവയായ എൻ്റെ കർത്താവ് എൻ്റെ ബലം. നോക്കിയേ, സകലതും മാറിപ്പോയപ്പോൾ, സകലതും വിട്ടുമാറിയപ്പോൾ, സകലതും നശിച്ചു പോയപ്പോൾ, സകലതും ഇല്ലാതെ പോയപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ നടുവിലും ആ ആശ്രയങ്ങളിലേക്കല്ല ഭക്തൻ പോകുന്നത്. ആ ആശ്രയത്തെ പിടിച്ചുകൊണ്ട് പിന്നെയും പറയുന്നില്ല, അതൊക്കെ എൻ്റെ ആശ്രയമാണെന്ന് പറയുന്നില്ല. അതിലുപരിയായ ഒരു ഭക്തൻ പറയുക, ഇതൊന്നുമല്ല എൻ്റെ ബലം, ഇതൊന്നുമല്ല എൻ്റെ ശക്തി, ഇതൊന്നുമല്ല എൻ്റെ നന്മ, എങ്കിലും അതിൻ്റെ നടുവിലും യഹോവയായ ദൈവമാണ് എൻ്റെ ബലമെന്ന് പറയുവാൻ കഴിയണം. ഇന്ന് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഞാൻ പരിചയപ്പെടുത്തുകയാണ്, നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിലും, നിങ്ങളുടെ പ്രതികൂല ഘട്ടത്തിലും, രോഗത്തിൻ്റെ ഘട്ടത്തിലും, രോഗക്കിടക്കയുടെ ഘട്ടത്തിലും, അതുപോലെ തന്നെ നിങ്ങളുടെ ആശുപത്രിയുടെ അവസരങ്ങളുടെ മധ്യത്തിലും നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ കൈത്താങ്ങുവാൻ ഒരു വ്യക്തിയേ ഉള്ളൂ, യഹോവയായ ദൈവം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ കർത്താവ് നമ്മുടെ ബലമെന്ന് നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൽ ഉറച്ചുകൊണ്ട് പറ, യഹോവയായ കർത്താവ് എൻ്റെ ബലം. അല്ലെങ്കിൽ സങ്കീർത്തനക്കാലം പലപ്പോഴും പറയാറുണ്ട്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, എൻ്റെ ശൈലമാകുന്നു, എൻ്റെ കോട്ടയാകുന്നു, എൻ്റെ എൻ്റെ ആശ്രയമാകുന്നു, എൻ്റെ പരിചയമാകുന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ ദൈവത്തെക്കുറിച്ച് ഭക്തൻ സങ്കീർത്തനങ്ങളിൽ ഭക്തൻ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ ഒരു കാര്യമുണ്ട്. ശരണമില്ലാതെ ഭാരപ്പെടുമ്പോൾ ദൈവം ശരണമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കോട്ടയില്ലാതെ, അല്ലെങ്കിൽ ഒരു പാർപ്പിടമില്ലാതെ ഭാരപ്പെടുമ്പോൾ, ഒരു പാർപ്പിടമില്ലാതെ ഞെരുക്കുമ്പോൾ, ലോകത്തിൽ ഭാരപ്പെടുമ്പോൾ, അതിൻ്റെ നടുവിലും ഭക്തന് പറയുവാൻ കഴിയും, യഹോവയായ കർത്താവ് എൻ്റെ കോട്ടയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പരിചയമായി കർത്താവിനെ പരിചയപ്പെടുത്തുക. എന്തുകൊണ്ടാണ് പരിചയമായി കർത്താവിനെ പരിചയപ്പെടുത്തുന്നത്? ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, അല്ലെങ്കിൽ അനേക കുത്തുവാക്കുകൾ
വാക്കുകളും അനേക പ്രതികൂലത്തിൻ്റെ വാക്കുകളും അല്ലെങ്കിൽ അനേകരിൽ നിന്ന് കേൾക്കേണ്ടി വരുമ്പോൾ ഒരു ഭക്തന് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, യഹോവയായ കർത്താവ് എൻ്റെ ശരണമാകുന്നു, പ്രൈസ് ദി ലോർഡ്, എൻ്റെ പരിചയമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ നടുവിലും എന്നെ ബലത്തോടെ നിർത്തുവാൻ എൻ്റെ മുന്നിലൊരു പരിചയമായി, എൻ്റെ മുന്നിലൊരു കാവലായി, എൻ്റെ മുന്നിലൊരു പ്രൊട്ടക്ഷനായി ദൈവമുണ്ടെന്ന് നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ പറയുകയാണ്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു എന്ന് ഭക്തൻ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു. നോക്കിയേ, ഹല്ലേലൂയ, ആ കർത്താവിനെക്കുറിച്ച് പറയുക, ഈ പ്രതികൂലത്തിൻ്റെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, ഈ പ്രയാസങ്ങളുടെ ഹല്ലേലൂയ സമയങ്ങളിൽ ഹല്ലേലൂയ നിരാശരായി നിൽക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പുറകോട്ട് തിരിഞ്ഞ് നിൽക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നടുവിലും നമുക്കൊരു പ്രത്യാശ തന്നിട്ട് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാലുകളെ പേടമാൻ കാൽ പോലെയാക്കുന്നു. പേടമാൻ കാലിൻ്റെ പ്രത്യേകതയുണ്ട്. ഇത് ഹല്ലേലൂയ, ഇവിടുന്ന് ഹല്ലേലൂയ ഓടിക്കഴിഞ്ഞാൽ ദൂരങ്ങളിലേക്ക് ഓടുവാൻ ഈ കാല് ബലമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് തളരുന്ന കാലല്ല, ഇതും ഹല്ലേലൂയ എവിടെയും തളർന്നു വീഴുന്ന കാലല്ല. ഓടിത്തളരാതെ വേണം പ്രത്യാശയോടെ പ്രൈസ് ദി ലോർഡ് ഓടുവാൻ. ഏതു വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ ഉയരമുള്ള ഹല്ലേലൂയ മതിലുകളാണെങ്കിലും, ഈ പേടമാൻ കാലിനൊരു പ്രത്യേകതയുണ്ട്. അതിനെ ചാടിക്കടക്കുവാൻ, അതിനെ തരണം ചെയ്യുവാൻ ഈ കാലിന് കഴിയും എന്ന് ഹല്ലേലൂയ ഒരു പ്രത്യേകത പേടമാൻ കാലിനുണ്ട്. അതേപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഹല്ലേലൂയ ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ പ്രയാസഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ പേടമാൻ കാൽ പോലെ കർത്താവാക്കി നമ്മളെ ഗിരികളിലേക്ക്, നമ്മളെ ഉന്നതികളിലേക്ക് നടക്കുമാറാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും നമ്മുടെ കാലുകൾ കൊണ്ട് കയറുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉയരങ്ങളൊക്കെ താണ്ടുവാൻ, ഉയരങ്ങളൊക്കെ ഹല്ലേലൂയ ഒന്ന് ചാടിപ്പോകുവാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ക്ഷീണമുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും തളർന്നു വീഴാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പൗലോസ് ഒരു ഹല്ലേലൂയ കാര്യം പറയുന്നു, ഹല്ലേലൂയ ഓട്ടക്കളത്തിലോടുന്നവർ അനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഓട്ടക്കളത്തിൽ നമ്മളോട് കൂടെ ഓടുവാൻ ഒത്തിരി ആളുകൾ ഹല്ലേലൂയ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ഗോളത്തിൽ ഒത്തിരി ആൾക്കാർ ഹല്ലേലൂയ കർത്താവിനെ അറിഞ്ഞ് വിശ്വാസത്തോടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാം സ്വർഗത്തിൽ പോകുമെന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഇവരെല്ലാം പ്രത്യാശ തീരെ തണയുമെന്നല്ല. ഇതിൻ്റെ നടുവിൽ ഇവർ ഓടുമ്പോൾ ഹല്ലേലൂയ ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ട അവസരങ്ങളിൽ പലപ്പോഴും ക്ഷീണിച്ചു വീഴുവാനുള്ള അവസരം ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പിന്മാറിപ്പോകുവാനുള്ള അവസരങ്ങൾ പലപ്പോഴുമുണ്ട്. ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ ഹല്ലേലൂയ കുത്തുവാക്കുകൾ, ഇതിൻ്റെ നടുവിൽ നിരാശയോടുകൂടെ ഹല്ലേലൂയ പിന്മാറിപ്പോകുവാനുള്ള അവസരങ്ങൾ പലപ്പോഴും ഭക്തൻ്റെ ജീവിതത്തിൽ വന്നെന്ന് വരാം. എന്നാൽ അതിൻ്റെ നടുവിലും ആ ഓട്ടക്കുളത്തിൽ വിശ്വസ്തയോട് ഓടുന്നവനെ ബിരുദം പ്രാപിക്കത്തുള്ളൂ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഹല്ലേലൂയ വിശ്വാസത്തോടെ പറയുവാൻ കഴിയും, പ്രൈസ് ദി ലോർഡ്, ഓട്ടക്കളത്തിൽ ഓടുന്ന എൻ്റെ ജീവിതത്തിൽ ബിരുദം പ്രാപിക്കുവാൻ കഴിയുന്നത് വിശ്വാസത്തോട് ഓടുമ്പോഴാണെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും? നോക്കിയേ, ഹല്ലേലൂയ ഉന്നതികളിൽ നടക്കണമെങ്കിൽ ബലം ആവശ്യമാണ്. ഉന്നതികൾ നടക്കണമെങ്കിൽ ഹല്ലേലൂയ ഓടുവാനുള്ള അത്ര വേഗതയിൽ ഓടുവാനുള്ള കാലാവശ്യമാണ്. അന്നേരം ഭക്തൻ പറയുക, ഹല്ലേലൂയ എൻ്റെ കർത്താവ് തളർന്നിരിക്കുവാൻ എന്നെ സമ്മതിക്കത്തില്ല, ഉന്നതികളിലേക്ക് കൂടിക്കയറുവാൻ. ഹല്ലേലൂയ വലിയ ഹല്ലേലൂയ ദൈവം ഉന്നതമായ ഹല്ലേലൂയ കാര്യങ്ങളിലേക്ക് ഹല്ലേലൂയ പിടിച്ചു കയറുവാൻ ഒരു ഭക്തനെ കർത്താവ് ബലപ്പെടുത്തുന്നു എന്ന് ഹല്ലേലൂയ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ അത്തിവൃക്ഷവും അല്ലെങ്കിൽ മുന്തിരി ഫള്ളിയും പ്രൈസ് ദി ലോർഡ് നമ്മൾ വെച്ചുപിടിപ്പിച്ച, നമ്മൾ പ്രത്യാശ അർപ്പിച്ച, നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന, ഒരിക്കലും ചതിക്കത്തില്ലെന്ന്, ഒരിക്കലും ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ തളർത്തത്തില്ലെന്ന് വിചാരിച്ച പല കാര്യങ്ങളും
ഒരിക്കലും പിന്മാറത്തില്ലെന്ന് വിചാരിച്ച പല കാര്യങ്ങളും പ്രൈസലോ നമ്മുടെ മധ്യത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ പറയുവാൻ കഴിയണം, അതിൻ്റെ നടുവിലും പ്രത്യാശ അർപ്പിച്ച പല വിഷയങ്ങളും ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, നമുക്കില്ലാതെ ആയിത്തീരുമ്പോൾ, നമുക്ക് ഹല്ലേലൂയ വേണ്ടാന്ന് വെക്കുമ്പോൾ പ്രൈസലോ പറയണം, അതിൻ്റെ നടുവിൽ നിരാശനാകുവാനല്ല കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ പ്രത്യാശയോടെ ഓടുവാൻ, ഒറ്റക്കളത്തിലുള്ള ഓട്ടത്തിൽ ഹല്ലേലൂയ തളർന്നു വീഴുവാനല്ല, പ്രത്യാശ പ്രാപിച്ചുകൊണ്ട് ഓടുവാൻ കർത്താവിനെ ബലപ്പെടുത്തുമെന്ന് എത്ര പേർക്ക് ഹല്ലേലൂയ പറയുവാൻ കഴിയും. നോക്കിയേ, ഇതിനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും. ഭക്തന് ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളാണ് 3:17 പറയുന്നത്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് 3:18 പറയുന്ന ഭക്തൻ്റെ ഭക്തൻ ഉറപ്പോടെ പറയുക, ഞാൻ എങ്കിലും ഞാൻ. പ്രൈസലോ. അല്ല, മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 19 വാക്യം പറയുന്നത് ഭക്തനെ പണിയുന്ന ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. തളർന്നിരിക്കുന്ന ഭക്തനെ, നിരാശനായിരിക്കുന്ന ഭക്തനെ, അല്ലെങ്കിൽ പ്രതികൂലത്തിലായിരിക്കുന്ന ഭക്തനെ പണിയുന്ന ദൈവത്തിൻ്റെ കരത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പല ഭക്തന്മാരുടെ ജീവിതത്തിലും ഹല്ലേലൂയ 3:17 പറയുന്നത് പോലെ പല തകർച്ചകളും ജീവിതത്തിൽ വന്നെന്ന് വരാം. സാമ്പത്തിക തകർച്ചകൾ, ബിസിനസ് തകർച്ചകൾ, ഹല്ലേലൂയ ഭൗതിക തകർച്ചകൾ, ഹല്ലേലൂയ മിനിസ്ട്രി പരമായിട്ടുള്ള തകർച്ചകൾ, അങ്ങനെ പല തകർച്ചകൾ, കുടുംബപരമായിട്ടുള്ള തകർച്ചകൾ, കുടുംബജീവിതത്തിലുള്ള കലഹങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പലതും ഹല്ലേലൂയ അനുഭവിക്കേണ്ടി വന്നെന്ന് വരാം ഒരു ഭക്തന്. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലും ഭക്തൻ തളരരുത്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ ഇങ്ങനെ ഒരു ഹല്ലേലൂയ കാലഘട്ടത്തിലൂടെ, നിങ്ങളിങ്ങനെയൊരു പ്രയാസഘട്ടത്തിലൂടെ ആയിരിക്കാം എന്നെ ശ്രവിക്കുമ്പോൾ നിങ്ങൾ പോകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നിങ്ങളോടായി സംസാരിക്കുക. ഹല്ലേലൂയ. ആരാണോ എന്നെ ശ്രവിക്കുന്നത്, ഈ ഘട്ടത്തിലൂടെ പോകുന്ന, പ്രയാസഘട്ടത്തിലൂടെ പോകുന്ന എന്നെ ശ്രവിക്കുന്ന ശ്രോതാവേ, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. അതിൻ്റെ നടുവിൽ പതറരുതേ, അതിൻ്റെ നടുവിൽ വിശ്വാസത്തോടെ നിൽക്കുക. ഹല്ലേലൂയ. ഭക്തൻ്റെ ഉറപ്പ് വേണം. വിശ്വാസത്തിൽ ഹല്ലേലൂയ നിലനിൽക്കുന്നവൻ ഉറപ്പ് വേണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വാസത്തിൽ നിന്ന് താഴെ പോകത്തില്ലെന്നുള്ള ഒരു ഉറപ്പ് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. തളർന്നു പോകുന്നതല്ല വിശ്വാസം, പിന്മാറിപ്പോകുന്നതല്ല വിശ്വാസം. നമുക്കറിയാം, പത്രോസും ഹല്ലേലൂയ കൂടെയുള്ള ഹല്ലേലൂയ ശിഷ്യന്മാരും യേശുവിൻ്റെ മരണം കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവർക്ക് ശുശ്രൂഷ നശിച്ചു, അല്ലെങ്കിൽ ശുശ്രൂഷ നിന്നു എന്ന് ചിന്തിച്ച് ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള ഹല്ലേലൂയ തത്രപ്പാടിൽ നിൽക്കുമ്പോൾ പത്രോസ് ഒരു ഐഡിയ പറയുക, മക്കളെ, സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരെ, നമുക്കൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ വിട്ട് മരണത്താൽ മാറ്റപ്പെട്ടു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഹല്ലേലൂയ പട്ടിണി കിടക്കുവാൻ നമുക്കിടവരരുത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ പോയ പാതയിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളായിരുന്ന പാതയിലേക്ക് തിരിച്ചു പോകാമെന്നുള്ളൊരു പ്രത്യാശയോടുകൂടി പത്രോസ് പറയുക. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം ഹല്ലേലൂയ 22 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും. അവിടെ പത്രോസ് എന്തു ചെയ്യുന്നു? അല്ലെങ്കിൽ പിന്മാറ്റാവസ്ഥയിലേക്ക് പോവാം. വിശ്വാസമെല്ലാം അവിടെ പിന്മാറിപ്പോയി. വിശ്വാസത്തിൽ ഇത്രയും നാളും യേശുവിനോട് കൂടെ നടന്ന വിശ്വാസത്തിൻ്റെ അതിരുകൾ ഹല്ലേലൂയ, കടമ്പകൾ ഹല്ലേലൂയ നടന്നു കയറിയവരാ. പ്രൈസ് ദി ലോർഡ്. ഗിരികളിൽ നടന്നവരാ. എന്നാൽ പ്രൈസ് ദി ലോർഡ് മാൻപേടക്കാലുകൾ പോലെ ആക്കി ഓടിയവരാ. എന്നാൽ ഈ പ്രത്യാശ നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ അവർ പറയുക, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോയേക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ ഹല്ലേലൂയ വല വീശുവാനായി, പ്രൈസ് ദി ലോർഡ് മീനെ പിടിക്കുവാനായി അവർ പോകുവാനിട വന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അവിടെ നമുക്ക് കാണുന്നുണ്ട് ഹല്ലേലൂയ സമയം ഹല്ലേലൂയ നമ്മുടെ മുന്നിലില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 22 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഹല്ലേലൂയ കാണുമ്പോൾ അവർ നിരാശയോടെ പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. കടലിനെക്കുറിച്ചും കടലിൻ്റെ ഹോളങ്ങളെക്കുറിച്ചും കടലിൻ്റെ മീനിനെക്കുറിച്ചും ഹല്ലേലൂയ അറിയാവുന്ന പത്രോസ്, അതിനുള്ള ഹല്ലേലൂയ ഓരോ വ്യക്തികളും ഹല്ലേലൂയ അന്ന് രാത്രികാലം നിരാശ അനുഭവിക്കുവാൻ ഇടവന്ന്. നോക്കിയേ, പലപ്പോഴും ദൈവത്തെ ഹല്ലേലൂയ വിട്ട് മാറേണ്ടി വരുമ്പോൾ, വിശ്വാസം വിട്ട് മാറേണ്ടി വരുമ്പോൾ, ഈ ഒരു അവസ്ഥയിലൂടെ പലപ്പോഴും ഭക്ത നീ പോകേണ്ടി വരും. എന്നെ കേൾക്കുന്ന വ്യക്തിയെ, യേശുവിനെ വിട്ടു നീ മാറിയിട്ടുണ്ടോ? എന്നാൽ ഇന്ന് പകൽക്കാലം ചിന്തിച്ചോ, നിൻ്റെ ഹല്ലേലൂയ തടസ്സങ്ങൾ പലപ്പോഴും എന്തുകൊണ്ടാ, നിരാശകൾ വരുന്നത് എന്തുകൊണ്ടാ, നീ ചെയ്യുന്നത് എന്തുകൊണ്ട്
സക്സസ് ആകുന്നില്ലെന്ന് മനസ്സിലാക്കിക്കോ. നിൻ്റെ മേലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ് മാറിപ്പോയതാ. യേശുവിനെ വിട്ട് മാറ്റപ്പെട്ടത് കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഈ നിരാശകൾ അനുഭവിക്കേണ്ടി വരുന്നത്. നിൻ്റെ ജീവിതത്തിൽ ഈ വിശ്വാസക്കുറവ് വന്നത് അതുകൊണ്ടാണ്. നിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പിന്മാറ്റ അവസ്ഥ വന്നത് അതുകൊണ്ടാണ്. യേശുവിനെ തിരികെ കൊണ്ടുവാ. ആ യേശുവിനോട് പറ, കർത്താവേ, ഞാൻ ജീവിതത്തിൽ ചെയ്ത പാവങ്ങളെ ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമെന്നൊന്നൊരു വാക്ക് പറയുവാൻ കഴിയുമോ? ആ അപ്പച്ചൻ്റെ മുന്നിലൊന്ന് ഹാലിലെ കൈകൾ കുപ്പിക്കൊണ്ട് മുട്ടുമടക്കിക്കൊണ്ട് പറ, അപ്പച്ചാ, ഞാനും ഹല്ലേലൂയ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് മുടിയനായ പുത്രനെ പോലെ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അവർ നിരാശയോടെ അന്ന് രാത്രികാലം ഹല്ലേലൂയ തിരിച്ചു പോകേണ്ടതാ. എന്നാൽ ശിഷ്യന്മാരെ മനസ്സിലാക്കിയ ഒരു യേശു എത്രമാത്രം യേശുവിന് ശിഷ്യന്മാരോടുള്ള സ്നേഹം നമുക്കവിടെ പ്രകടമാകുവാൻ കഴിയും. താൻ വിളിച്ചു വേർതിരിച്ച ജനം പിന്മാറിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ കൂടെ ചാര വന്നിട്ടില്ലയോ? രാത്രികാലങ്ങളിൽ ഏകാന്തതയുടെ നടുവിൽ ഹല്ലേലൂയ നമ്മളോട് ഇടപെട്ട ദൈവമല്ലയോ നമ്മുടെ കർത്താവ്? അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നിരാശയുടെ നടുവിൽ പിന്മാറിപ്പോകാതെ ആ പ്രത്യാശയോടെ കർത്താവിനോട് കൂടെ അടുക്കുവാൻ ഇടവരുത്തുമാറാകട്ടെ. ഭക്തൻ്റെ ഉറപ്പ് വേണം. ഭക്തന് ജീവിതത്തിലെല്ലാം മാറ്റപ്പെടുമ്പോൾ, സ്നേഹിതർ മാറിപ്പോകുമ്പോൾ, സകലരും മാറിപ്പോകുമ്പോൾ ഭക്തൻ പറയണം, അതിൻ്റെ നടുവിലും പറയണം, പ്രൈസ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എൻ്റെ യഹോവയിൽ ആനന്ദിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ്, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. നോക്കിയേ, പലപ്പോഴും ഈ ലോകത്തിലെ ആഘോഷങ്ങൾ, ഈ ലോകത്തിലെ ഹല്ലേലൂയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഘോഷിക്കുന്ന ലോകത്തോടു കൂടെയാണ്. ലോകത്തിൽ ഹല്ലേലൂയ സ്നേഹിതരോടുകൂടെയാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. ദൈവത്തോടു കൂടെ ആരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, ഹാനോക്കിൻ്റെ ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി കർത്താവിനോട് നടന്നു. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ ഹാനോക്ക് ജീവിച്ച ഹല്ലേലൂയ തൻ്റെ ജീവിത ഹല്ലേലൂയ സമയങ്ങളിൽ താൻ നടന്നതും കാൽഭാഗവും കർത്താവിനോട് കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നിരാശ വരുമ്പോൾ ഭാരപ്പെടേണ്ട, നമ്മുടെ കണ്ണുനീരിനെ ഒപ്പുവാൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നോക്കിയേ, അതുകൊണ്ടാണ് പറയുന്നത്, ഭക്തൻ്റെ ഉറപ്പായിരിക്കണം, ഞാൻ മാറിപ്പോകത്തില്ല. എന്തൊക്കെ ജീവിതത്തിൽ അവസ്ഥകൾ വന്നാലും ഞാൻ മാറിപ്പോകത്തില്ലെന്നുള്ളൊരു ഉറപ്പ് ജീവിതത്തിൽ കൊടുക്കുവാൻ ഇടവരുത്തണം. ഹല്ലേലൂയ. അവസാനമായി ഭക്തനെ പണിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഈ നിരാശയുടെ നടുവിൽ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുവാണെങ്കിൽ ഒരു ഭക്തനെ പണിയുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഒരു ഭക്തനെ ധൈര്യപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് അവസാന വാക്യങ്ങളിൽ പറയുന്നത്, ഹല്ലേലൂയ അവനെ പണിതെടുത്ത് ഹല്ലേലൂയ പഴയ മോടിയൊക്കെ കളഞ്ഞു വിട്ട് അവൻ്റെ പഴയ ചിന്തകളെയൊക്കെ മാറ്റിവെപ്പിച്ചിട്ട് അവൻ്റെ ചിന്തകളെയൊക്കെ ഹല്ലേലൂയ നിരാശകളെയൊക്കെ മാറ്റിവെച്ചിട്ട്, അതാണ് പത്രോസിൻ്റെ ജീവിതത്തിലും കർത്താവ് ധൈര്യം കൊടുത്തത്. ഹല്ലേലൂയ നിരാശയോടുകൂടി പിന്മാറിപ്പോയ പത്രോസിനെയും അപ്പോസ്തലന്മാരെയും പ്രൈസ് ദി ലോർഡ് കർത്താവ് ഹല്ലേലൂയ തേടി വന്ന പ്രൈസ് ദി ലോർഡ് അവിടെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അവരെ തേടി വന്നതിന് ശേഷം പ്രൈസ് ദി ലോർഡ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന കർത്താവിനെ കാണുവാൻ കഴിയും. അല്ലെങ്കിൽ അവർ ക്ഷീണിച്ച് അല്ലെങ്കിൽ പടക് അല്ലെങ്കിൽ അടുപ്പിച്ച് കരയിലെത്തിയപ്പോൾ അവർ കാണുവാൻ കഴിഞ്ഞൊരു സത്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇതാണ് കാണുവാൻ കഴിയുന്നത്, അവരെ കാത്തിരിക്കുന്ന അരുമനാഥൻ്റെ സ്നേഹം, അവരെ കാത്തിരിക്കുന്ന അരുമനാഥൻ്റെ ഹല്ലേലൂയ നന്മ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടവന്നു. കനലിന്മേൽ ചുട്ട അടയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചുട്ട മീനിനെയും കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ പണിയപ്പെടുവാൻ തയ്യാറാണെങ്കിൽ അവിടെ വെച്ച് പണി തുടങ്ങുകയാണ്. ഹല്ലേലൂയ ഇല്ലാത്ത അവസ്ഥകളെ കർത്താവ് നമുക്ക് വേണ്ടി തരുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ അവിടെ വെച്ച് പത്രോസിനെ പണിതത് കൊണ്ട്, കർത്താവ് പത്രോസിനെ പണിതത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ആ അധ്യായം അവസാനിക്കുമ്പോൾ അതിൻ്റെ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് അവനെ ടെസ്റ്റ് ചെയ്യുന്നു. കർത്താവ് അവനോട് ചോദിക്കുന്നു, നിനക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട്? ഒന്നാമത് ചോദിച്ചു, ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പ്രാവശ്യവും 3 പ്രാവശ്യവും കർത്താവിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? ഇവയിൽ കൂടുതലായി
ഇതിലും കൂടുതലായി, പടകിലും കൂടുതലായി, വ്യക്തികളെക്കാളും കൂടുതലായി, നിൻ്റെ കൂട്ടുകാരെക്കാളും കൂടുതലായി, നിൻ്റെ സമ്പത്തിനേക്കാളും കൂടുതലായി, നീ ഹല്ലേലൂയ സമ്പാദിച്ച മീനിനേക്കാളും കൂടുതലായി, ഇവയിൽ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ ഹല്ലേലൂയ കർത്താവ് അവനോട് ഇടവന്നു. അന്നേരം അവനോട് പറയുന്നു, കർത്താവേ നീ അറിയുന്നുവല്ലോ. അന്നേരം പറഞ്ഞു, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അവസാനമായിട്ട് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അവന് പണിയുന്നു എന്ന് മനസ്സിലാക്കിയ പത്രോസ് പറയുക, തിരിഞ്ഞു വന്നിട്ട് പറയുക, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും? അല്ലെങ്കിൽ കർത്താവ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. പിന്മാറിപ്പോയ വ്യക്തിയെ നിങ്ങളോട് ചോദിക്കുക, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ നീ ഇത് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പറയുവാൻ കഴിയണം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എല്ലാത്തിലുപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയണം. ആ പണിയപ്പെട്ട പത്രോസിനെ പിന്നെ കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ധൈര്യത്തോടെ നിൽക്കുന്ന, അഭിഷേകത്തോടെ നിൽക്കുന്ന ഹല്ലേലൂയ ഒരു സഭയെ പണിയുവാൻ അല്ലെങ്കിൽ കർത്താവ് അവനെ ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നിരാശയുടെ മധ്യത്തിൽ തളർന്നു പോകുന്നവൻ്റെ അല്ലെങ്കിൽ മധ്യത്തിൽ അല്ലെങ്കിൽ അവനെ പണിയുവാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ എന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നിരാശപ്പെടേണ്ട. ഭക്തനെ പണിയുവാൻ ദൈവമുണ്ട്. എല്ലാം തകർന്നു പോകുന്ന നടുവിലും പണിയപ്പെടുവാൻ വേണ്ടി ഒന്നൊരുങ്ങിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനത്താൽ നമുക്ക് ഹല്ലേലൂയ ബലം പ്രാപിച്ച് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ ഇവിടെ വെച്ച് തീരുന്നില്ല. ഹല്ലേലൂയ ഇതിൻ്റെ അടുത്ത ഹല്ലേലൂയ എപ്പിസോഡിൽ ഹല്ലേലൂയ ഇതിനെക്കുറിച്ചുള്ള ഭക്തന്മാരിൽ ആരൊക്കെ കർത്താവ് പണിതു എന്ന് നമുക്ക് പഠിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ തകർന്ന വ്യക്തികളെ കർത്താവ് എങ്ങനെ പണിതു എന്ന് നമ്മൾ പഠിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ കേട്ട വചനത്തിന് മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഹല്ലേലൂയ നിരാശയോടെ ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ പ്രതികൂലത്തിലായിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. രോഗത്തിലായിരിക്കുന്ന രോഗക്കിടക്കിലായിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. പ്രിയ ഹല്ലേലൂയ ശ്രോതാക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ താൻ സമ്പാദിച്ചത് ഹല്ലേലൂയ സകലൊന്നും നഷ്ടപ്പെട്ടാലും ഹല്ലേലൂയ അതൊന്നുമല്ല ഭക്തനെ ഹല്ലേലൂയ തളർത്തുന്നത്. ഇതൊന്നും ഭക്തനെ തളർത്തുവാൻ കഴിയത്തില്ലെന്ന് ഭക്തൻ തന്നെ പറയുവാനിട വന്നു. എങ്കിലും ഞാൻ യഹോവയിൽ ഹല്ലേലൂയ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുമെന്ന് ഭക്തൻ പറയുവാനിട വന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് ഹല്ലേലൂയ ഭക്തനെ പണിയുന്നത് കാണുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് അവസാനമായിട്ട് കാണുവാൻ കഴിഞ്ഞല്ലോ നാഥ. പത്രോസിനെ പണിത, ശിഷ്യന്മാരെ പണിത ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിലും അനുഭവിച്ചറിയുവാൻ സ്വർഗമേ അങ്ങയുടെ വരുത്തുമാറായിരുന്നു പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ ശ്രോതാക്കളെയും കർത്താവ് വ്യക്തിപരമായി പണിത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ യൂസ് ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പത്രോസിനെ ഉപയോഗിച്ചതുപോലെ ഈ ജനത്തെ കർത്താവ് ഉപയോഗിക്കണം, കർത്താവിൻ്റെ മഹത്വത്തിനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ശാരീരിക ആത്മീയ ഭൗതിക നന്മകൾ സകലതും അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗമേ അങ്ങയുടെ വരുത്തണം. മഹത്വമെല്ലാം അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടവയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ ധാരാളമായി ചിറകിൻ്റെ നിഴലിൽ ഹല്ലേലൂയ കാത്തു പരിപാലിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.